തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തേക്ക് പ്രതിഷേധക്കാർ കയറിയിരിക്കുന്നതിനുള്ള വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ ഭരണസ്തംഭനം ആരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് UDF കടന്നിരിക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തൊക്കെ നീക്കുന്നുണ്ട്. സംഘർഷത്തിന്റെ സാഹചര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് സ്ത്രീകളടക്കം കൗൺസിലർമാരുടെ പ്രതിഷേധം. സുനിഷ, ഇപ്പോൾ പ്രവർത്തകർ അകത്തേക്ക് കയറി പ്രതിഷേധിച്ചു. അത് കൗൺസിലർമാർ തന്നെയാണോ അകത്തേക്ക് കയറി പ്രതിഷേധിച്ചത്? സ്മൃതി, കൗൺസിലർമാരല്ല UDF പ്രവർത്തകരാണ് അകത്തേക്ക് കയറി പ്രതിഷേധിച്ചത്. അതായത് മറ്റ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ചില പ്രവർത്തകർ ഈ മതിൽ ചാടി ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ അകത്തേക്ക് കയറുന്നത്. പിന്നാലെ തന്നെ പോലീസ് അവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും പ്രവർത്തകർ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. അവർ ഈ അകത്തേക്ക് കയറാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ ശബരിനാഥ് അടക്കം എത്തി അവരോട് സംസാരിച്ചത് പ്രവർത്തകരെ ഈ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. ഏതായാലും നേരത്തെ പ്രവർത്തകർ അകത്തേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ അക്രമസക്തമാകില്ല പ്രതിഷേധം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസ് സേന കുറച്ചധികം അയവരുത്തിയിരുന്നു, മാറിയിരുന്നു ഇവിടെ നിന്നും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനിടയിലാണ് അപ്പുറത്ത് ഭാഗത്തെ മതിൽ ചാടിക്കൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് കടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ എല്ലാ പ്രവർത്തകരും അകത്തു നിന്നും പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് കൌൺസിലർമാരെല്ലാം അകത്തെത്തി പ്രവർത്തകരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവരെ പുറത്തേക്ക് മാറ്റുകയുമായിരുന്നു. ചില പ്രവർത്തകർ ഈ മതിൽ കടന്ന് അകത്തേക്ക് കടന്ന ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. സ്മൃതി, ഏതായാലും നിലവിൽ ഇപ്പോൾ എല്ലാ പ്രവർത്തകരെയും അകത്തേക്ക് കയറിയ പ്രവർത്തകരെയെല്ലാം പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാർ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. UDF പ്രതിഷേധം തുടരുകയാണ് കോർപ്പറേഷന് പുറത്ത്.